ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് അങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് 3 years മുന്നുള്ള എല്ലാ മെസ്സേജസും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജസ് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് 3 ലൈൻ ആണല്ലോ, ആ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ യുവർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് യുവർ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സം ഓഫ് യുവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മെസ്സേജാണ് റിക്കവർ ചെയ്യേണ്ടത്. അപ്പോൾ മെസ്സേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഡൗൺലോഡ് ടു ഡിവൈസ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂസിലോട്ട് പോകും. അവിടെയായിട്ട് നിങ്ങൾക്ക് ഡാറ്റ അറേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള ഡാറ്റയാണ് വേണ്ടത് ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെയിലോട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ ഷെയർ ചെയ്യുന്നത്. അതെല്ലാം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മെയിലിലോട്ട് നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ മെയിലിലോട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വരും, യുവർ മെറ്റ വെരിഫിക്കേഷൻ ഡൗൺലോഡ് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വിൻഡോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ആ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതേപോലെയാണ് നമ്മളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജസ് റിക്കവർ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.